നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട്ടെ ബസ് സ്റ്റാൻഡിലാണ് ട്രാൻസ്പോർട്ട്. അപ്പോൾ എന്താ ഞങ്ങൾ പോകുന്നത് അഗളി ആനക്കട്ടി. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയത് കൂത്താട്ടുകുളത്തു നിന്നാട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിൽക്കുന്നത് കൂത്താട്ടുകുളമാണ്. ഇപ്പോൾ ടൈം 10:30. അപ്പോൾ ഇവിടുന്ന് അഗളി ആനക്കട്ടിയിലോട്ടൊരു ബസ്സുണ്ട്. അപ്പോൾ ചെറിയൊരു യാത്രയാണ്. മണ്ണാർക്കാട് വഴി അഗളി ആനക്കട്ടിയിലോട്ടാണ് യാത്ര. ഇത് ശരിക്കും നമ്മുടെ കൂട്ടുകാരൻ ഷെബിൻ്റെ ഒരു ബിസിനസ് പാർട്ട്നേഴ്സിനെ കാണാൻ പോകുന്നൊരു പോക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി കൂടെ കൂടിയതാണ്. അപ്പോൾ എന്തായാലും വണ്ടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, അങ്ങനെ പാലക്കാട്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ധാരാളം രാത്രിയുടെ ആ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ എന്തായാലും ഈ ഒരു ബസ്സിൻ്റെ സൈഡ് സീറ്റ് തന്നെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറേ നല്ല നല്ല കാഴ്ചകൾ രാത്രിയിൽ, ഇതിപ്പോൾ വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ കാണാൻ കഴിയില്ല വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രമേ വീഡിയോ കാണിക്കുന്നുള്ളൂ. പക്ഷേ വളരെ ഭംഗിയായിട്ടുള്ള, വളരെ നല്ല അനുഭവങ്ങളോട് കൂടിയിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് ഈ രാത്രിയിൽ ബസ്സിൽ ദീർഘദൂരമൊക്കെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഇപ്പോൾ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയുണ്ടല്ലോ, നാഷണൽ ഹൈവേ ആണ് 544. അപ്പോൾ ഈ ഒരു വഴി അത്യാവശ്യം നല്ല വീതിയൊക്കെയുള്ള റോഡാണ്, നല്ല സ്പീഡുള്ള റോഡാണ്. അതേപോലെ തന്നെ ഭയങ്കര തിരക്കുള്ള ഒരു റോഡാണ്. അപ്പം ഈ കേരളത്തിന് പുറത്തുള്ള, ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ് ബോർഡറൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ധാരാളം അതർ സ്റ്റേറ്റിൽ നിന്നുള്ള വണ്ടികളൊക്കെ വന്ന് ഒരുമിച്ച് ചേരുന്നൊരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ അങ്കമാലി വന്ന് തിരിഞ്ഞ് എറണാകുളം, കൊച്ചി ആ ഒരു ഭാഗത്തോട്ട് കുറേ വണ്ടികൾ തിരക്കോട് കൂടി അങ്ങോട്ട് പോകും. പിന്നെ നമ്മുടെ കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ ഈ ഒരു ഹൈവേ കൂടി ഇങ്ങനെ കുറച്ച് വണ്ടികൾ ഇങ്ങനെ തിരിഞ്ഞു പോകും. പിന്നെ തൊടുപുഴ ഏരിയയിലോട്ടൊക്കെ പോകുന്ന വഴികൾ അങ്ങനെ എല്ലാം കൂടെ വന്ന് പല ഭാഗത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേരളത്തിൻ്റെ പുറത്തോട്ടും അകത്തോട്ടൊക്കെ വന്ന് ചേരുന്ന ഒരു വഴിയാണിത്, നാഷണൽ ഹൈവേ 544. അപ്പോൾ എന്തായാലും ഈ ഒരു വഴി കൂടെ പോയിട്ടുള്ളവർക്കറിയാം, ഈ ഒരു രാവിലെയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ധാരാളം ചെടികളൊക്കെ ഈ ഒരു റോഡിൻ്റെ നടുക്കായിട്ടൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് അതൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അങ്ങനെ പാലക്കാട് എത്തി. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ചായ കുടിച്ചു, നല്ല ചായയായിരുന്നു. അത് കഴിഞ്ഞ് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു. ഈ ഒരു രാത്രിയിൽ ഇപ്പോൾ സമയം 1 മണിയായി. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കാൻ ഒരു പ്രത്യേക ഒരു രസമാണ്. അപ്പോൾ എന്തായാലും വീണ്ടും ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 1 മണിക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നട്ടപ്പാതിരയാണ്, ഇനി കിടന്ന് ഉറങ്ങാം. ഇനിയിപ്പോൾ നാളെ രാവിലെയൊക്കെ ആകുമ്പോൾ അഗളി ആനക്കട്ടിയിലെത്തും. അങ്ങനെ നമ്മൾ ആനക്കട്ടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രഷ് എയർ ആട്ടോ. ഇവിടെ അധികം വാഹനങ്ങളോ അല്ലെങ്കിൽ ടൗണുകളോ അല്ലെങ്കിൽ മറ്റ് ഫാക്ടറികളോ കാര്യങ്ങളൊന്നും ഇല്ല. മൊത്തം കാടാണ്. കാടിൻ്റെ നടുകയുള്ള ഒരു ചെറിയൊരു ഗ്രാമമൊക്കെയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, നമ്മൾ ശ്വസിക്കുന്ന വായു നല്ല ക്ലിയർ ആൻഡ് പ്യൂറായിട്ടുള്ള ഒരു വായുവാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇവിടെ വന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.